അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഴജന്തുക്കളുടെ പാമ്പുകളുടെ ശല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പുകളുടെ ശല്യത്തിൽ നിന്നും രക്ഷ നേടാനുള്ള പ്രധാനപ്പെട്ട 2 ദിക്റുകളാണ്. അതിലൊന്ന് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. രണ്ടാമത്തെ ദിക്ർ ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ 2 ദിക്റുകൾ വളരെ പ്രധാനപ്പെട്ട ദിക്റുകളാണ്. പാമ്പുകളുടെ ശല്യം നമുക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ നാം പതിവാക്കേണ്ട പ്രധാനപ്പെട്ട 2 ദിക്റുകളാണ് ഇവ. നമ്മൾ ഓതാറുള്ള ഹദ്ദാദ് റാത്തീബിൽ ഈ 2 ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹത്തുക്കളായ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും പഠിപ്പിച്ച ദിക്റുകളാണ് ഇവ. ഈ സമയത്ത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം പാമ്പുകളുടെ ശല്യം, പാമ്പിൻ്റെ കടിയേറ്റ സംഭവം തുടങ്ങിയ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പരിസരം ശുദ്ധീകരിക്കുക, വൃത്തിയാക്കുക, അതുപോലെ ആത്മീയമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഇങ്ങനെ നല്ല രീതിയിൽ വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ നാം ജീവിച്ചു കഴിഞ്ഞാൽ പാമ്പുകളുടെ ശല്യം നമുക്കുണ്ടാവുകയില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ 2 ദിക്റുകൾ പതിവാക്കിയിരുന്നു. അവർക്ക് പാമ്പുകളുടെ ശല്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ചെറിയ കുട്ടികൾ രാവിലെ മദ്രസയിൽ പോകുമ്പോൾ, നേരത്തെ പോകുമ്പോൾ, ചെരുപ്പ് അവരെ ധരിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം നാം വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അശ്രദ്ധയാണ് പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് നാം ഈ ദിക്റുകൾ പതിവാക്കുക, നമ്മുടെ പരിസരങ്ങൾ ശുദ്ധീകരിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.